വൺസ് അഗൈൻ വെരി ഗുഡ് ഈവനിങ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂറിൻ അനാലിസിസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വൈ യൂറിൻ പ്രിസർവേഷൻ ഈസ് നെസസറി ഫോർ കെമിക്കൽ അനാലിസിസ്? വൈ യൂറിൻ preservation is necessary for chemical analysis? To prevent degradation of ketone bodies, to avoid coagulation of protein, to reduce odor caused by urea breakdown, to ensure uniform specific gravity. To prevent degradation of ketone bodies. To prevent degradation of ketone bodies. എന്തുകൊണ്ടാണ് ബാക്കി 3 ഓപ്ഷൻ സ്കിപ്പ് ആവുന്നത്, അല്ലെങ്കിൽ അതല്ല ആൻസർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറയാൻ പറ്റുമോ? മസ്റ്റായിട്ട് നമുക്ക് തിയറി നോളജ് വേണം ഇത് ആൻസർ ചെയ്യാൻ. എന്നാൽ പോലും നമ്മുടെ ഒരു സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ആൻസർ എത്താൻ പറ്റും. അതെന്താണെന്ന് പറയാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോൾ തിയറി നോളജ് കൊണ്ടായിരിക്കാം അത് പറഞ്ഞിരിക്കുന്നത്, നോ ഇഷ്യൂസ്. പക്ഷെ അതല്ല, തിയറി നോളജ് ഇല്ല, നമുക്ക് നമ്മുടെ ഒരു സിമ്പിൾ ലോജിക് വെച്ചും ഇത് ആൻസർ ചെയ്യാം. എപ്പോഴും നമുക്ക് തിയറി നോളജ് മസ്റ്റ് ആണ്, പക്ഷെ നമ്മുടെ ലോജിക് കൂടി അപ്ലൈ ചെയ്ത് നമ്മൾ എത്തിയ ആൻസർ കറക്റ്റ് ആണ് എന്ന് വെരിഫൈ ചെയ്യുന്നത് നമുക്ക് മൈനസ് മാർക്ക് കൺസീവ് ചെയ്യാതിരിക്കാനുള്ള ഹെൽപ്പ് ചെയ്യും. അതിനുള്ള ഒരു ട്രിക്കാണ്. വൈ യൂറിൻ പ്രിസർവേഷൻ ഈസ് നെസസറി ഫോർ കെമിക്കൽ അനാലിസിസ്. ഓരോ ഓപ്ഷൻസ് നോക്കുക. ഇതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആൻസർ, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാം, ബാക്കിയുള്ള പറയാം. To ensure uniform specific gravity. Specific gravity of urine comes under physical examination. അല്ലേ? ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. അപ്പോൾ അതാ പറഞ്ഞ ഓരോ വേർഡ് ബൈ വേർഡ് നോക്കണം. നെസസറി ഫോർ കെമിക്കൽ അനാലിസിസ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. To ensure uniform specific gravity, it comes under physical examination. അതുകൊണ്ട് ആ ഓപ്ഷൻ നമുക്ക് ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും. Then to reduce odor caused by urine odor. പല ഓർഡർ വരാം. ആപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസിൽ അങ്ങനെ അമോണിയക്കൽ ഓർഡർ വരാം. യൂറിൻ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അമോണിയക്കൽ ഓർഡർ വരാം. ഫ്രൂട്ടി ഓർഡർ വരാം. MSUD ആപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് ആണെങ്കിൽ. അതേപോലെ കീറ്റൺ ബോഡീസ് ഉണ്ടെങ്കിൽ പഞ്ചൻ സ്മെല്ല് അല്ലെങ്കിൽ ഫ്രൂട്ടി സ്മെല്ല് എല്ലാം വരാം. സോ ടു റെഡ്യൂസ് ഓർഡർ കോസ്ഡ് ബൈ യൂറിയ ബ്രേക്ക് ഡൗൺ. യൂറിയ ബ്രേക്ക് ഡൗൺ ചെയ്ത് അമോണിയ വരും. അമോണിയക്കൽ ബ്രേക്ക് ഡൗൺ, യൂറിയ ബ്രേക്ക് ഡൗൺ വരണമെങ്കിൽ അവിടെ ബാക്ടീരിയ വരണം. അപ്പൊ ഇൻഫെക്ഷൻ യൂറിനുള്ള ബാക്ടീരിയ ഉള്ള യൂറിനാണ് അമോണിയക്കൽ ഓർഡർ വരിക. ഇറ്റ്സ് ഓർഡർ ഈസ് ഓൾസോ കംസ് അണ്ടർ ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പൊ തന്നെ ഈ രണ്ടെണ്ണം സ്കിപ്പായി. ഇനി തേർഡ് ഓപ്ഷൻ, ടു അവോയ്ഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ്. എന്തിനാണ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ? നമുക്ക് ആക്ച്വലി നമ്മൾ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യുന്നത് എന്താ? അതിനെ കൊയാഗുലേഷൻ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. പ്രോട്ടീന്റെ ഹീറ്റ് ചെയ്യുമ്പോൾ കൊയാഗുലേറ്റ് ചെയ്യാനുള്ള അതിലൂടെ ഡീനാച്ചുറഡ് ആയി പോകുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത് ടു അവോയ്ഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ അല്ല. പിന്നെ ഈ കീറ്റോൺ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആണ്. നമ്മളൊരു കീറ്റോൺ ബോഡിക്ക് വരുന്ന സാമ്പിള് കുറച്ചു നേരം ആ യൂറിൻ ബോട്ടിൽ ചെയ്യാൻ വേണ്ടി തുറന്നപ്പോഴേക്കും വേറൊരു ആവശ്യത്തിന് പോയി. കുറച്ചു നേരം തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കീറ്റോൺ ബോഡി ഉണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടില്ല. അത് വോളറ്റൈൽ കോമ്പൗണ്ട് ആണ്, ഇവാപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ കീറ്റോൺ ബോഡീസിനുള്ള സാമ്പിൾ വന്നു കഴിഞ്ഞാൽ പ്രിസർവേറ്റീവ് ഇല്ലെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ടെസ്റ്റ് പെർഫോം ചെയ്യാം, ഇല്ലെങ്കിൽ അത് റെഫ്രിജറേറ്റ് ചെയ്യാം. ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ടൈറ്റായി അടച്ചിട്ട് വേണം കീപ്പ് ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. സോ ടു പ്രിവെന്റ് ഡീഗ്രഡേഷൻ ഓഫ് കീറ്റോൺ ബോഡീസ് തന്നെയാണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ എപ്പോഴും ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി എന്താണെന്ന് പഠിക്കുക. അതിന് എന്തെങ്കിലും നമുക്കൊരു ലോജിക് അപ്ലൈ ചെയ്തിട്ട്, തിയറി നോളജ് അല്ല, തിയറി നോളജ് മസ്റ്റ് ആയിട്ട് വേണം. അതിനപ്പുറം പഠിച്ചിട്ട് തന്നെ വേണം. അല്ലാതെ സിംപ്ലി വെറുതെ കയറി ലോജിക് അപ്ലൈ ചെയ്യരുത്. കാരണം വെറുതെ കയറി ലോജിക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് മാർക്ക് കൺസീവ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ സ്കോർ ചെയ്ത മാർക്ക് കൂടി കുറയും. നെഗറ്റീവ് മാർക്കാണ് PSC എക്സാംസിലെ ഏറ്റവും വലിയ വില്ലൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് യൂറിനറി കാസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് നെഫ്രോട്ടിക് സിൻഡ്രം? നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ കാണുന്ന യൂറിനറി കാസ്റ്റ്, ഗ്രാനുലർ കാസ്റ്റ്, വാക്സി കാസ്റ്റ്, ഫാറ്റി കാസ്റ്റ്, RBC കാസ്റ്റ്. ഏത് കാസ്റ്റ് ആണ് നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ കാണുന്നതാണ് ചോദിക്കുന്നത്. വിച്ച് യൂറിനറി കാസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് നെഫ്രോട്ടിക് സിൻഡ്രം? ഗ്രാനുലർ കാസ്റ്റ് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കൂ. ഗ്രാനുലർ കാസ്റ്റ് കാണുക, ക്രോണിക് കിഡ്നി ഡിസീസിലാണ് ഗ്രാനുലർ കാസ്റ്റ് കാണുക.
അതുകൊണ്ട് തന്നെ ഓൾഡ് ഏജ് ആയ ആൾക്കാരിലെല്ലാം ഭയങ്കര പ്രായം കൂടിയ ആൾക്കാരിലെ യൂറിനിലെല്ലാം ചിലപ്പോൾ നമുക്ക് ഗ്രാനുലാർ കാസ്റ്റ് കണ്ടു എന്ന് വരാം. അപ്പൊ ഇതല്ല ആൻസർ. ഗ്രാനുലാർ കാസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്രോണിക് കിഡ്നി ഡിസീസ്, നോട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം. ദെൻ വാക്സി കാസ്റ്റ്. വാക്സി കാസ്റ്റും കാണുന്നത് ക്രോണിക് റീനൽ ഫെയിലിയറിലാണ്. വാക്സി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈലീൻ കാസ്റ്റ് തന്നെയാണ്, പക്ഷെ അത് കുറച്ചുകൂടി റിഫ്രാക്റ്റൈൽ ആയിട്ട് കാണാൻ കഴിയും. അതാണ് വാക്സി കാസ്റ്റ്. ഒരു വാക്സി കോട്ടിങ് പോലെ ഉണ്ടായിരിക്കും. അത് കാണുന്നത് ക്രോണിക് റീനൽ ഫെയിലിയറിലാണ്. ഇത് ക്രോണിക് കിഡ്നി ഡിസീസ് ആണ്. CKD ക്രോണിക് കിഡ്നി ഡിസീസിലാണ് ഇത് കാണുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസിലാണ് ഗ്രാനുലാർ കാസ്റ്റ് കാണുക. ക്രോണിക് റീനൽ ഫെയിലിയറിലാണ് വാക്സി കാസ്റ്റ് കാണുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് RBC കാസ്റ്റ്. RBC കാസ്റ്റ് വരിക ഗ്ലോമർലോ നെഫ്രൈറ്റിസിലാണ്. അതായത് എന്താണ് കാസ്റ്റ് എങ്ങനെ ഫോം ചെയ്യുന്നത്? ഏതാ പ്രോട്ടീൻ? കാസ്റ്റ് ഫോം ചെയ്യുന്ന പ്രോട്ടീൻ എന്താ? പ്രോട്ടീന്റെ പേരെന്താ? Tam Horsfall protein. ടാം ഹോഴ്സ്വാൾ പ്രോട്ടീൻ, അതർവൈസ് കാൾഡ് വേറൊരു പേര് കൂടി ഉണ്ട്, ടാം ഹോഴ്സ്വാൾ പ്രോട്ടീൻ അല്ലെങ്കിൽ യൂറോമോഡുലിൻ എന്ന് പറയും. ആ പ്രോട്ടീന്റെ പേരാണ് യൂറോമോഡുലിൻ അല്ലെങ്കിൽ ടാം ഹോഴ്സ്വാൾ പ്രോട്ടീൻ. ഈ പ്രോട്ടീൻസ് നമ്മുടെ കിഡ്നി ട്യൂബ്യൂൾസിൽ സെക്രീറ്റ് ചെയ്യുന്നതാണ്. ട്യൂബ്യൂൾസിന്റെ എപ്പിത്തീലിയൽസ് അവിടുന്ന് സെക്രീറ്റ് ചെയ്യുന്നതാണ്. സോ അവിടുത്തെ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരുപാട് RBC കിഡ്നി ട്യൂബ്യൂളിനകത്ത് പോയി കിടന്നാൽ അതിന്റെ ഇവിടുന്ന് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീന്റെ സ്ട്രക്ചറിനുള്ളിൽ ഇത് ട്രാപ്പ് ചെയ്യപ്പെടും. അങ്ങനെയാണ് RBC കാസ്റ്റ് വരുന്നത്. WBC ഒരുപാട് പേരാണ് പൈലോനെഫ്രൈറ്റിസിൽ. സോ WBC കാസ്റ്റ് വരുന്നു. പിന്നെ ഈ ഗ്രാനുലാർ കാസ്റ്റ് എന്നെല്ലാം പറയുമ്പോൾ ഇതിനകത്തുള്ള സെല്ലുലാരിറ്റി എല്ലാം അത് സെല്ല് ബ്രേക്ക് യൂറിൽ റിയാക്ട് ചെയ്തിട്ട് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിട്ട് വരുന്നതാണ് ഗ്രാനുലാർ കാസ്റ്റ്. അപ്പൊ RBC കാസ്റ്റ് കാണാൻ ഗ്ലോമർലോ നെഫ്രൈറ്റിസിലാണ്. സോ നെഫ്രോട്ടിക് സിൻഡ്രോത്തിൽ കാണുന്ന കാസ്റ്റ് ഫാറ്റി കാസ്റ്റ് ആണ്. ഒരുപാട് ലിപ്പിഡ്സും എക്സ്ക്രീഷൻ വരും. ലിപ്പിഡ്സും പ്രോട്ടീനും എക്സ്ക്രീഷൻ വരുന്നത് കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് എല്ലാം കാണുന്നതാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. ഒരു പേഷ്യന്റിന്റെ നോച്ചഡ് അപ്പിയറൻസ് ഉള്ള കൊളസ്ട്രോൾ ക്രിസ്റ്റൽ കണ്ടു കഴിഞ്ഞാൽ അത് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ് സജസ്റ്റ് ചെയ്യുന്നത്. Next question, what is the significance of finding WBC cast in urine? What is the significance of finding WBC cast in urine? Suggest glomerulonephritis, indicate acute pyelonephritis, signs of nephrotic syndrome, normal finding. ഒരിക്കലും WBC കാസ്റ്റ് ആണ്, നോർമൽ ഫൈൻഡിങ് അല്ല. സോ ആ ഓപ്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. Then suggest glomerulonephritis. Indicate acute pyelonephritis, signs of nephrotic syndrome. ഇതിൽ ഏതാ ഓപ്ഷൻ? Acute pyelonephritis. Acute pyelonephritis. Pyelo means pus. Relating to pus. Pus എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ WBC അവിടെ ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അവിടെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായി ആ ഇമ്മ്യൂൺ സെൽസ് ആയിട്ട് അവിടെ ഫസ്റ്റ് ഓടിയെത്തി അവിടെ എന്താണോ പത്തോജൻ, ചിലപ്പോൾ ബാക്ടീരിയ ഫംഗസ് ആവോ വൈറസ് ആവോ എന്തോ ആയിക്കോട്ടെ, ആ പത്തോജനുമായി ഫൈറ്റ് ചെയ്ത് ഒപ്പം സെൽഫായിട്ട് അതിനെ ഫാഗോസൈറ്റോസ് ചെയ്ത് അതിനെ ലൈസോസൈം വെച്ചിട്ട് ഫാഗോസോം ലൈസോസോം ബോണ്ടിങ് വന്ന് അതിനെ നശിപ്പിച്ച് കളയുന്നതിനൊപ്പം ചിലപ്പോൾ സെൽസും നശിച്ചു പോവാം. അങ്ങനെ നശിച്ചു പോകുന്ന WBCs ആണ് പസ് സെൽസ് ആയിട്ട് മാറുന്നത്. അങ്ങനെ പസ് സെൽസ് വരുന്ന പസ് പഴുപ്പെല്ലാം വരുന്ന കണ്ടീഷനാണ് പയലോനെഫ്രൈറ്റിസ്. സോ അക്യൂട്ട് പയലോനെഫ്രൈറ്റിസിലാണ് WBC കാസ്റ്റ് ഏറ്റവും കൂടുതൽ കാണുക. സീൻ ഇൻ പസ് ആൻഡ് WBC get trapped inside the renal tubules. ട്യൂബ്യൂളിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടുമ്പോൾ അവിടുന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ നിൽക്കുമ്പോൾ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസും പ്രോട്ടീൻസും അതേപോലെ നമ്മുടെ ആന്റിബോഡീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എല്ലാം വരുമ്പോൾ അതെല്ലാം ബേസിക്കൽ പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഈ പ്രോട്ടീൻസ് എല്ലാം ബേസിക്കലി അവിടെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ കൂടി വരുമ്പോൾ ആ പ്രോട്ടീൻ സെക്രീഷനും ഒപ്പം തന്നെ ടാമോസോൾ പ്രോട്ടീന്റെയും യൂറോമോഡിലിന്റെ എല്ലാം അത് രണ്ടൊന്നും തന്നെയാണ്. അതിന്റെ സെക്രീഷൻ കൂടി വരുന്നതുകൊണ്ട് അവിടെ പെട്ടെന്ന് കാസ്റ്റ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ RBC cast found in glomerulonephritis and WBC cast found in
പയലോനെഫ്രൈറ്റിസ്. നെഫ്രോട്ടിക് സിൻഡ്രത്തിലാണെങ്കിൽ നമുക്ക് കാണാം ഫാറ്റി കാസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് കാണാം, നോട്ട് WBC കാസ്റ്റ്. ഫാറ്റി കാസ്റ്റ് എങ്ങനെ? നമ്മുടെ ഇതേ ഹൈലീൻ കാസ്റ്റിനകത്ത് ആ സ്ട്രക്ചറിനകത്ത് ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് വരും. ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ആകുമ്പോൾ ഡിഫറെന്റ് സൈസ് ആയിരിക്കും, അതിന് ഡിഫറെന്റ് സൈസ് ആയിരിക്കും, ഒരേ സൈസ് ആയിരിക്കില്ല. WBC കാസ്റ്റ് RBC കാസ്റ്റ് ഒക്കെ ആകുമ്പോൾ അതിനകത്തുള്ള സെല്ല്, അതിനകത്ത് കുടുങ്ങിപ്പോയ സെൽസ് എല്ലാം ഏകദേശം ഒരേ സൈസ് ആയിരിക്കും. സോ ഇറ്റ് ഇൻഡിക്കേറ്റ് പയലോനെഫ്രൈറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what does a positive nitrate test indicate? What does a positive nitrate test indicate? Example, fungal infection, urinary options are fungal infection, urinary tract infection, kidney stone, proteinuria. നൈട്രേറ്റ് പോസിറ്റീവ്, യൂറിനിൽ നമ്മൾ നൈട്രേറ്റ് സ്ട്രിപ്പ് ഇട്ടിട്ട് നോക്കാറുണ്ട്, അത് പോസിറ്റീവ് ആകുമ്പോൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. UTI. ഫംഗൽ ഇൻഫെക്ഷൻ, UTI മീൻസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിൽ ബാക്ടീരിയ ഉണ്ടായിരിക്കും. UTI കോസ് ചെയ്യുന്ന മെജോറിറ്റി ഓർഗാനിസവും നമ്മുടെ എൻട്രോബാക്ടീരിയസ് ഫാമിലിയിൽ വരുമ്പോൾ നൈട്രേറ്റ് പോസിറ്റീവ് ആണ്. അത് നൈട്രേറ്റിനെ നൈട്രൈറ്റ് ആക്കി മാറ്റും, നൈട്രേറ്റ് റിഡക്ടേസ് എൻസൈം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് അത് ഇൻഡിക്കേറ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അത് തന്നെയാണ് അതിന്റെ ആൻസർ. Next question. A patient with a renal failure has specific gravity fixed at 1.010. What is the underlying pathology? Renal azotemia, acute tubular necrosis, post-renal obstruction, nephrotic syndrome. എന്തായിരിക്കും കണ്ടീഷൻ? പേഷ്യന്റ് ഹാസ് എ ഫിക്സ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഐസോസ്റ്റെനൂറിയ. ഏതായിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി ഫിക്സ്ഡ് അറ്റ് 1.010? അത് ഏതായിരിക്കും കണ്ടീഷൻ? എന്താണ് പ്രീറീനൽ അസറ്റോമിയ? പ്രീറീനൽ അസറ്റോമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് യൂറിയ നൈട്രജൻ, ഹൈ ലെവൽ ഓഫ് ബൺ ക്രിയാറ്റിൻ ലെവല്, ബണ്ണും ക്രിയാറ്റിൻ ലെവല് ഹൈ വരുന്നതിനാണ് പ്രീറീനൽ അസറ്റോമിയ എന്ന് പറയാം. അതിന്റെ കാരണങ്ങൾ നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഡീഹൈഡ്രേഷൻ കൊണ്ടുവരാം, യൂറിൻ വോള്യൂം കുറയുന്നതുകൊണ്ട് തന്നെ പ്രീറീനൽ, അതായത് നിറയെ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ കിഡ്നിക്ക് കേടാണെന്ന് പറയുന്നില്ലേ, അതന്നെ പ്രീറീനൽ അസറ്റോമിയ. ഹാർട്ട് ഫെയിലിയർ, ലിവർ ഡിസീസ്, എന്തെങ്കിലും മെഡിക്കേഷൻസ്, ഇങ്ങനെ എന്ത് കഴിച്ചാലും നമുക്ക് ഇങ്ങനത്തെ എന്തൊരു സിറ്റുവേഷനിലും നമുക്ക് പ്രീറീനൽ അസറ്റോമിയ വരാം. അപ്പൊ റീനൽ ബ്ലഡ് ഫ്ലോ കുറവായിരിക്കും, റീഅബ്സോർപ്ഷൻ, യൂറിയയുടെ റീഅബ്സോർപ്ഷൻ കൂടുതലായിരിക്കും, പേഷ്യന്റ് ഭയങ്കര ക്ഷീണം, ഭയങ്കര ഒരു ലൈറ്റ് ഹെഡഡ്നെസ്, ഡിസിനെസ് ഒക്കെ ഫീൽ ചെയ്യുക, അതൊക്കെയാണ് ഇതിൻ്റെ ഇത്. പിന്നെ പേഷ്യന്റിന് അസറ്റോമിയ വരുമ്പോൾ തന്നെ നമുക്ക് പേഷ്യന്റിന് വോമിറ്റിങ്ങോ നോസിയ, വോമിറ്റിംഗ് എല്ലാം സിംറ്റംസ് കാണിക്കാം. അതാണ് പ്രീറീനൽ അസറ്റീമിയ. അതൊരിക്കലും നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുകയുള്ളൂ, ഒരിക്കലും ഡിക്രീസ് ചെയ്യില്ല. ദെൻ പോസ്റ്റ് റീനൽ ഒബ്സ്ട്രക്ഷൻ, ഇറ്റ് ഓൾസോ കോസ് പോസ്റ്റ് റീനൽ, കിഡ്നി കഴിഞ്ഞിട്ട് ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ നമുക്ക് വരിക ഹൈഡ്രോനെഫ്രോസിസ് ആണ്. വാട്ടർ അക്യുമുലേഷൻ ബോഡിയിലെല്ലാം വരുന്ന ഹൈഡ്രോനെഫ്രോസിസ്, കിഡ്നിയിലും വാട്ടർ അക്യുമുലേഷൻ വരിക. അത് ഒരിക്കലും ഐസോസ്റ്റെനൂറിയ അല്ല കോസ് ചെയ്യുക. നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ പ്രോട്ടീൻ ഒരുപാട് എക്സ്ക്രീറ്റ് ചെയ്യും, ലിപ്പിഡ്സ് ഒരുപാട് എക്സ്ക്രീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് പ്രോട്ടീനൂറിയ എല്ലാം കോസ് ചെയ്ത് ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും, ഒരിക്കലും ഐസോസ്റ്റെനൂറിയ അല്ല. സോ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി 21st question, which condition is most likely cause anuria despite adequate hydration? അതായത് പേഷ്യന്റിന് ഹൈഡ്രേഷൻ ഉണ്ട്, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ പോലും അനൂറിയ കോസ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫെബ്രൈൽ സ്റ്റേറ്റ്, ഓപ്ഷൻ ബി അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ്, ഓപ്ഷൻ സി ഡയബറ്റിസ് മെലിറ്റസ് ആൻഡ് ഓപ്ഷൻ ഡി ഡയൂറിറ്റിക് തെറാപ്പി. പേഷ്യന്റ് വരുന്ന കണ്ടീഷൻ അനൂറിയാണ്, അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ്. അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് തന്നെയാണ്. കാരണം ഫെബ്രൈൽ സ്റ്റേറ്റിലെല്ലാം നമുക്ക് ഡീഹൈഡ്രേഷൻ വരാം, അപ്പൊ നമുക്ക് ഒളിഗൂറിയ വരുള്ളൂ, ഒരിക്കലും അനൂറിയയിലേക്ക് എത്തില്ല നമ്മുടെ ബോഡി. യൂറിൻ ഔട്ട്പുട്ട് ഒരു 400 ml ഒക്കെ ആയിട്ട് വരും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, ഡെസ്പൈറ്റ് ആഡിക്വേറ്റ് ഹൈഡ്രേഷൻ, വാട്ടർ ആവശ്യത്തിന് കുടിക്കുന്നുണ്ട് എന്നിട്ടും അനൂറിയ വരുന്ന കണ്ടീഷനാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് കാൾഡ് അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ്.
അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിൽ തന്നെയാണ്. അവിടെ ഡാമേജ്ഡ് കിഡ്നി റീനൽ, അതായത് റീനൽ ട്യൂബ്യൂൾസിനാണ് ഡാമേജ് വരുന്നത്. സോ യൂറിൻ പ്രൊഡക്ഷൻ നടക്കില്ല. ട്യൂബ്യൂൾസിന് മുമ്പ് യൂറിൻ ഫോം ചെയ്യണം. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ സെക്രീഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ഈ 3 സ്റ്റെപ്പും കഴിഞ്ഞിട്ട് അവിടെയുള്ള പ്രൊഡക്റ്റ് ആണ് യൂറിൻ. അപ്പൊ ആ യൂറിൻ ഫോർമേഷൻ നടക്കാത്തതുകൊണ്ട് ഹൈഡ്രേഷൻ ഉണ്ടായിട്ടും ഫെയിലിയർ വരുമ്പോഴാണ് അനൂറി വരുന്നതിന് ട്യൂബുലാർ നെക്രോസിസ്. പിന്നെ ഡയബറ്റിസ് മെലിറ്റസും ഡയൂററ്റിക് തെറാപ്പിയിലെല്ലാം ഒരിക്കലും അനൂറി അല്ല വരിക. വാട്ടർ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിലും ഇത്രയും ഹൈ ഷുഗറിനെല്ലാം കളയാൻ വേണ്ടി സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലുള്ള ഒരുപാട് യൂറിൻ ഔട്ട്പുട്ട്, പോളി യൂറിയാണ് ഡയബറ്റിസ് മെലിറ്റസിൽ വരിക. ഡയൂററ്റിക് തെറാപ്പിയിലും യൂറിൻ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. സോ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why does fixed specific gravity at 1.010 indicate renal failure? അക്യൂട്ട് ട്യൂബുലാർ നെക്രോസ് എല്ലാം കഴിഞ്ഞ് അവസാനം ചിലപ്പോൾ റീനൽ ഫെയിലിയറിൽ എൻഡ് ചെയ്യും. റീനൽ ഫെയിലിയറിൽ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഫിക്സഡ് അറ്റ് 1.010 ഇൻഡിക്കേറ്റ് ചെയ്യും. സോ റീസൺ, inability to kidney to concentrate or dilute urine, excessive glucose infiltration, increased protein breakdown, overactive aldosterone secretion. ഇവിടെ ചോദിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി റിലേറ്റ് ചെയ്തിട്ടാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ, എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി? എക്സസീവ് ഗ്ലൂക്കോസ് ഫിൽട്രേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഡയബറ്റിസ് മെലിറ്റസിലാണ് വരുന്നത്. അതൊരിക്കലും അത് കോസ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാ? ഐസോസ്റ്റെനൂറിയാണോ, ഹൈപ്പോസ്റ്റെനൂറിയാണോ, ഹൈപ്പർസ്റ്റെനൂറിയാണോ? ഗ്ലൂക്കോസ് ഇൻഫിൽട്രേഷൻ. ഞാൻ കേട്ടില്ല, എന്തെങ്കിലും പറഞ്ഞോ? ക്ലിയർ ആയില്ല. എക്സസീവ് ഗ്ലൂക്കോസ് ഇൻഫിൽട്രേഷൻ നമുക്ക് കോസ് ചെയ്യുന്നത് ഹൈപ്പർസ്റ്റെനൂറിയാണ്, ഒരിക്കലും ഐസോസ്റ്റെനൂറിയ അല്ല. സോ ഓപ്ഷൻ ബി എന്നുള്ളത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓപ്ഷൻ സി, ഇൻക്രീസ്ഡ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ എല്ലാം വന്നു കഴിഞ്ഞാൽ പ്രോട്ടീനൂറിയാണ് വരിക. അവിടെയും ഫിക്സഡ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ല, ഇൻക്രീസ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. പിന്നെ ഓവർ ആക്റ്റീവ് ആൾഡോസ്റ്റിറോൺ സെക്രേഷൻ എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ബോഡിയിൽ ആൾഡോസ്റ്റിറോണിന്റെ റോൾ എന്താ വെച്ചാൽ സോഡിയം റീഅബ്സോർപ്ഷൻ, വാട്ടർ റിട്ടൻഷൻ ഒക്കെയാണ് ആൾഡോസ്റ്റിറോണിന്റെ ഇത്. അതൊരിക്കലും സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് അതായിട്ട് റിലേറ്റഡ് അല്ല. സോ ഫിക്സഡ് സ്പെസിഫിക് ഗ്രാവിറ്റി അറ്റ് 1.010 ഇൻഡിക്കേറ്റ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് ഇന്നബിലിറ്റി ഓഫ് ദ കിഡ്നി ടു കോൺസെൻട്രേറ്റ് ഓർ ഡയലൂട്ട് യൂറിൻ. കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയില്ല, ഡയലൂട്ട് ചെയ്യാനും കഴിയില്ല. ആ കണ്ടീഷനിലാണ് ഫിക്സഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് 1.010 പോകുന്നത്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the primary difference between glomerular and tubular proteinuria? Glomerular proteinuria എന്ന് പറഞ്ഞാൽ കിഡ്നി ഗ്ലോമറുലസിലെ ഡിഫക്റ്റ് കൊണ്ടുവരുന്നതാണ്. ട്യൂബുലാർ പ്രോട്ടീനൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ്യൂൾ, കിഡ്നി ട്യൂബ്യൂളിലെ ഡിഫക്റ്റ് കാരണം വരുന്നതാണ്. സോ ഓപ്ഷൻസ് ആർ glomerular proteinuria result in the presence of high molecular weight protein. Tubular proteinuria include albumin and transferrin exclusively. And glomerular proteinuria occur only in diabetes mellitus. Tubular proteinuria always lead to hematuria. ഏതായിരിക്കും ഓപ്ഷൻ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാം ഈസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇടുന്നതാണ് മനഃപൂർവ്വം. ഇത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോമറുലാർ ആൻഡ് ട്യൂബുലാർ പ്രോട്ടീനൂറിയ? ഓപ്ഷൻ ഡി നോക്കൂ. ട്യൂബുലാർ പ്രോട്ടീനൂറിയ ആൾവേസ് ലീഡ് ടു ഹെമച്ചൂറിയ എന്ന് പറയുന്നുണ്ട്. ഹെമച്ചൂറിയ നമുക്ക് കാണുന്നത് ബ്ലഡ് കാണുന്നതാണ് ഹെമച്ചൂറിയ. ബ്ലഡ് കാണുന്നത് നമുക്ക് ഗ്ലോമറുലാർ ഡിസീസിലാണ്, നോട്ട് ട്യൂബുലാർ ഡിസീസ്. ഗ്ലോമറുലോ നെഫ്രൈറ്റിസിലാണ് നമുക്ക് ഹെമച്ചൂറിയ കാണാം, ഒരിക്കലും ട്യൂബുലാർ ഡിസീസിലല്ല. ട്യൂബുലാർ പ്രോട്ടീനൂറിയ ആൾവേസ് ലീഡ് ടു ഹെമച്ചൂറിയ. അത് തെറ്റാണ്. ഇവിടെ വരെ ഗ്ലോമറുലാർ പ്രോട്ടീനൂറിയ അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഡിസീസ്. ഗ്ലോമറുലാർ ഡിസീസ് ആണ്, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആണ് ഹെമച്ചൂറിയ കോസ് ചെയ്യുക. സോ അതല്ല ആൻസർ. ഗ്ലോമറുലാർ പ്രോട്ടീനൂറിയ occurs only in diabetes mellitus. ഗ്ലോമറുലാർ പ്രോട്ടീനൂറിയ occurs in diabetes mellitus എന്ന് പറയുന്നത് അത് ആക്ച്വലി തെറ്റാണ്. ഗ്ലോമറുലാർ പ്രോട്ടീനൂറിയ നമുക്ക് കാണാം, പ്രോട്ടീൻ എക്സ്ക്രീഷൻ കാണാം. ഗ്ലോമറുലസിലൂടെ പ്രോട്ടീൻ എക്സ്ക്രീഷൻ കാണാം.
നെഫ്രോട്ടിക് സിൻഡ്രത്തിലും ഗ്ലോമർലോ നെഫ്രൈറ്റിസിലും എല്ലാം കാണും. ഒരിക്കലും ഡയബറ്റിസ് മെലിറ്റസിൽ ഗ്ലോമർല പ്രോട്ടീനൂറിയ എന്താ പറയാ കാണാം. ഓൺലി ഇൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒക്കേഴ്സ് ഓൺലി ഇൻ, അത് തെറ്റാണ്. ഗ്ലോമർല പ്രോട്ടീനൂറിയ കാണാം ഡയബറ്റിക് മെലിറ്റസിൽ. ഡയബറ്റിക് നെഫ്രോപ്പതി എല്ലാം വന്ന് ഗ്ലോമർല പ്രോട്ടീനൂറിയ തന്നെയാണ് വരിക. പക്ഷെ ഇറ്റ് ഓൾസോ ക്യാൻ ഒക്കേഴ്സ് ഇൻ നെഫ്രോട്ടിക് സിൻഡ്രം ആൻഡ് ഗ്ലോമർലോ നെഫ്രൈറ്റിസ് along with the diabetes mellitus. അപ്പോൾ അതുമല്ല ആൻസർ. ഇനി ട്യൂബുലാർ പ്രോട്ടീനൂറിയ ഇൻക്ലൂഡ് ആൽബുമിൻ ആൻഡ് ട്രാൻസ്ഫെറിൻ എക്സ്ക്ലൂസീവ്ലി. ട്യൂബുലാർ പ്രോട്ടീനൂറിയ ഇൻക്ലൂഡ് ആൽബുമിൻ ആൻഡ് ട്രാൻസ്ഫെറിൻ എക്സ്ക്ലൂസീവ്ലി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൽ ലോ മോളിക്കുലർ വെയിറ്റ് പ്രോട്ടീനിലേക്ക് ബീറ്റ-2 മൈക്രോഗ്ലോബുലിൻ അതേപോലെ ലൈസോസോം എല്ലാം ഇൻവോൾവ് ആവുന്നുണ്ട് ട്യൂബുലാർ പ്രോട്ടീനൂറിയയിൽ. പിന്നെ ഈ ആൽബുമിൻ ട്രാൻസ്ഫെറിൻ ഓൺലി എന്ന് പറയുന്നത് സെലക്റ്റീവ് ഗ്ലോമർലാർ പ്രോട്ടീനൂറിയയും നോൺ സെലക്റ്റീവ് ഗ്ലോമർലാർ പ്രോട്ടീനൂറിയയിലാണ്. സെലക്റ്റീവ് ഗ്ലോമർലാർ പ്രോട്ടീനൂറിയയിലാണ് ആൽബുമിനും ട്രാൻസ്ഫെറിനും മാത്രം പോകുന്നത്. അപ്പൊ അത് ഗ്ലോമർലാർ പ്രോട്ടീനൂറിയാണ്, ഒരിക്കലും ട്യൂബുലാർ അല്ല, ഗ്ലോമർലാർ ആണ്. അതിലാണെങ്കിൽ ഇത് ഈ പറയുന്ന സെന്റൻസ് ശരിയാണ്. സോ ഗ്ലോമർലാർ പ്രോട്ടീനൂറിയ റിസൾട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈ മോളിക്കുലർ വെയിറ്റ് പ്രോട്ടീൻ. ഹൈ മോളിക്കുലർ വെയിറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ആണ്. കാരണം ഗ്ലോമർലാർ ഡാമേജ് വരുമ്പോൾ ആൽബുമിൻ ആണ്. കിഡ്നി ഗ്ലോമർലെസിലെ ആ ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ അഫറന്റ് ആർട്ടീരിയോൾ ഇഫറന്റ് ആർട്ടീരിയോൾസിലെല്ലാം വന്ന് അഫറന്റ് ആർട്ടീരിയോളിലൂടെ വന്ന് ഇഫറന്റ് ആർട്ടീരിയോളിലൂടെ പോകുന്നതിനിടയ്ക്ക് ആ പറയുന്ന ബോമാൻസ് ക്യാപ്സ്യൂൾ വെച്ച് ഫിൽട്രേഷൻ നടക്കുമ്പോൾ അവിടെയുള്ള ഗ്ലോമർലെസിലുള്ള ഡാമേജ് കാരണം ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള പ്രോട്ടീൻ ഉണ്ടാവും. അതായത് നമ്മൾ അരിപ്പ വെച്ച് അരിക്കുകയാണ്. അപ്പൊ വലിയ വലിയ ഹോൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ചായ അരിക്കുകയാണെങ്കിൽ ചായപ്പൊടിയിലെ പൊടി താഴെ എത്തും. അതേപോലെ ലാർജ് മോളിക്യൂൾസ് ആയിട്ടുള്ള പ്രോട്ടീൻ അതിലൂടെ ഫിൽട്ടർ ചെയ്ത് വരും. അതിലൂടെ ഫിൽട്ടർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? പിന്നെ അവിടെ റീഅബ്സോർപ്ഷൻ എവിടെയും നടക്കില്ല. കാരണം പ്രോട്ടീൻ ലാർജ് മോളിക്യൂൾ ആണ്, അത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. സോ വാട്ട് ഈസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോമർല ആൻഡ് ട്യൂബുലാർ പ്രോട്ടീനൂറിയ എന്ന് പറഞ്ഞാൽ ഗ്ലോമർല പ്രോട്ടീനൂറിയ റിസൾട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈ മോളിക്കുലർ വെയിറ്റ് പ്രോട്ടീൻ. ട്യൂബുലാർ പ്രോട്ടീനൂറിയ എന്ന് പറയുമ്പോൾ അത് ലോ മോളിക്കുലർ വെയിറ്റ് പ്രോട്ടീൻ ആണ് വരിക. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടി പറഞ്ഞുതരണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂറിൻ ഫൈൻഡിംഗ്സ് സജസ്റ്റ് നെഫ്രോട്ടിക് സിൻഡ്രം? Which of the following urine findings suggest nephrotic syndrome? High specific gravity and ketone bodies, fatty cast and proteinuria greater than 3.5 gram per day, Bence-Jones protein and acidic pH, RBC cast and low specific gravity. അതായത് RBC കാസ്റ്റിന്റെ പ്രസൻസിൽ ലോ സ്പെസിഫിക് ഗ്രാവിറ്റി യൂറിന് വന്നു കഴിഞ്ഞാൽ ഇറ്റ് സജസ്റ്റ് റീനൽ ഫെയിലിയർ. അതൊരിക്കലും നെഫ്രോട്ടിക് സിൻഡ്രം അല്ല. Then Bence-Jones protein and acidic pH. അത് മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ള കണ്ടീഷനിലാണ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആൻസർ ചെയ്തുകൊണ്ട് പറയുന്നത്. Bence-Jones പ്രോട്ടീൻ കാണുന്നത് നെഫ്രോട്ടിക് സിൻഡ്രം എന്നുള്ള കണ്ടീഷൻ, നെഫ്രോട്ടിക് സിൻഡ്രം എന്നുള്ള കണ്ടീഷനിലല്ല, മൾട്ടിപ്പിൾ മൈലോമയിലാണ്. സോ അതുമല്ല ഓപ്ഷൻ. ദെൻ ഫാറ്റി കാസ്റ്റ് ആൻഡ് പ്രോട്ടീനൂറിയ ഗ്രേറ്റർ ദാൻ 3.5 gram. ഫാറ്റി കാസ്റ്റ്, ഫാറ്റി കൊളസ്ട്രോളും ഫാറ്റി കാസ്റ്റ് ഒരുപാട് വരും. അതേപോലെ ഹൈ പ്രോട്ടീനൂറിയ 4+ നമുക്ക് യൂറിലെല്ലാം നമുക്ക് കേർഡി വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടും. അത് കാണുന്നത് പ്രോട്ടീനൂറിയയിലാണ്. അതിന് പോസിബിലിറ്റി ഉണ്ട്. ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് കീറ്റോൺ ബോഡീസ്. ഒരിക്കലും നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ കീറ്റോൺ ബോഡീസ് കാണില്ല. നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ ലിപ്പിഡ്സും പ്രോട്ടീൻസും ആണ് കാണുക. സോ ഇതും തെറ്റാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഫാറ്റി കാസ്റ്റ് ആൻഡ് പ്രോട്ടീനൂറിയ ഗ്രേറ്റർ ദാൻ 3.5 gram per day. അത് തന്നെയാണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ റോദറാസ് ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ഡിറ്റക്ടിങ് കീറ്റോഅസിഡോസിസ്? കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. ഡയബറ്റിക് ആയുള്ള പേഷ്യന്റില് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസിനെ സെല്ലിനകത്തേക്ക് എടുത്തിട്ട് അവിടെ ഇതിനെ മെറ്റബോളൈസ് ചെയ്ത്, അതായത് ഗ്ലൈക്കോളിസിസ് നടത്തി പൈറുവിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് അതിന് അവസാനം TCA സൈക്കിളിൽ എൻ്റർ ചെയ്ത് മാക്സിമം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ. ഗ്ലൈക്കോളിസിസിൽ വളരെ കുറച്ചാണ്, 4 ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് എന്നിട്ട് അതിലുള്ള പൈറുവേറ്റ് അസറ്റൈൽ കോയായി മാറിയിട്ടാണ് ട്രൈ കാർബോക്സിലിക് ആസിഡ് TCA സൈക്കിളിൽ എൻ്റർ ചെയ്തിട്ട് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. NAD NADH ഒക്കെ ആയിട്ട് മാറി കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു.
സോ ആ കേസിൽ അങ്ങനെ റിയാക്ഷൻ നടക്കണം. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നാൽ ഈ അപ്ടേക്ക് ചെയ്ത ഗ്ലൂക്കോസ് മോളിക്യൂളിനെ യൂസ് ചെയ്യാൻ പറ്റാതെയാവും നമ്മുടെ ബോഡിക്ക്. അപ്പോൾ ഹൈ ഷുഗർ ലെവൽ തന്നെ നിൽക്കും. ആ സമയത്ത് ഗ്ലൂക്കോസിനെ നമ്മുടെ ബോഡിക്ക്, ഗ്ലൂക്കോസ് ഹൈ ലെവലായിരിക്കും, ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാൻ പറ്റൂ. ഗ്ലൂക്കോസിനെ ഒന്നല്ലെങ്കിൽ ഗ്ലൂക്കോനിയോജെനിസിസ് അല്ല, അത് ഫാറ്റിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ ബോഡി ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഫാറ്റ് മെറ്റബോളിസം നടക്കുമ്പോൾ കീറ്റോൺ ബോഡീസും പ്രൊഡ്യൂസ് ചെയ്യും. സോ അതാണ് കീറ്റോ അസിഡോസിസ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഡയബറ്റിസ് കാരണം കീറ്റോൺ ബോഡീസ് വരുന്ന കാരണം അസറ്റോൺ, അസറ്റോസെറ്റിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ് വരുന്ന കാരണം അസിഡോസിസ് വരും. അതാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. So Rodra's test is important in detecting ketoacidosis. It identifies glucose in urine. It detects acetone and acetoacetic acid with sodium nitroprusside. It measures protein level in urine. It reacts with the bilirubin to form purple ring. ഏതായിരിക്കും ആൻസർ? acetone and acetoacetate with sodium It detects acetone and acetoacetate with sodium nitroprusside. നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഹൈ ആയിട്ട് ഇരുന്നിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ്, സെല്ലിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള കാരണം അവിടെയുള്ള ഗ്ലൂക്കോസ് മോളിക്യൂളിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത സമയത്ത് നമ്മുടെ ബോഡി ഫാറ്റ് മെറ്റബോളിസിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഗ്ലൂക്കോസ് മെറ്റബോളിസം ഡിഫക്റ്റീവ് ആവുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സുകളാണ് കീറ്റോൺ ബോഡീസ്. അസറ്റോൺ, അതായത് ഫാറ്റ് മെറ്റബോളിസിന്റെ നോർമൽ എൻഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റുകൾ തന്നെയാണ് ഈ പറയുന്ന അസറ്റോൺ, അസറ്റോസെറ്റിക് ആൻഡ് ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ്. പക്ഷേ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഡിഫക്റ്റീവ് ഗ്ലൂക്കോസ് മെറ്റബോളിസം കാരണമാണ് നമ്മുടെ ബോഡി ഫാറ്റ് മെറ്റബോളിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു AICPയുടെ അമേരിക്കൻ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് ഈസ് ദ ഡിഫക്റ്റീവ് മെറ്റബോളിസം റിസൾട്ട് ഇൻ കീറ്റോസിഡോസിസ് എന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് അതിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം, ഫാറ്റ് മെറ്റബോളിസം, കൊളസ്ട്രോൾ മെറ്റബോളിസം, ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസം 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ കീറ്റോൺ ബോഡീസ് ഫാറ്റ് മെറ്റബോളിസത്തിന്റെ ആണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഫാറ്റ് ആൻസർ ചെയ്യും. ശരിക്കും അത് ഫാറ്റ് ഉള്ള ആൻസർ ഗ്ലൂക്കോസ് മെറ്റബോളിസം, വിച്ച് ഈസ് ദ ഡിഫക്റ്റീവ് മെറ്റബോളിസം എന്നാണ് ചോദിക്കുന്നത്. ഡിഫക്റ്റീവ് മെറ്റബോളിസം ഗ്ലൂക്കോസ് മെറ്റബോളിസം ആയതുകൊണ്ടാണ് അവിടെ ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഡിഫക്റ്റീവ് മെറ്റബോളിസം അല്ല ഫാറ്റിന്റെ ഡിഫക്റ്റീവ് മെറ്റബോളിസം അല്ല കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫാറ്റിന്റെ നോർമൽ മെറ്റബോളിസം തന്നെയാണ് കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കീറ്റോൺ ബോഡീസ് ബ്രെയിനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആണ്. അതുകൊണ്ടാണ് ഹൈ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഡോക്ടർമാർ കീറ്റോൺ ബോഡീസ് ടെസ്റ്റ് ചെയ്യുന്നത്, യൂറിൻ കീറ്റോൺ ബോഡി ടെസ്റ്റ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ ഷുഗർ ലെവൽ റെഡ്യൂസ് ആവാനും എന്താ പറയുക, അവിടെയുള്ള ഒരു ഗ്ലൂക്കോസ് മെറ്റബോളിസിന്റെ ബ്ലോക്കിനെ മാറ്റണം. ഇല്ലെങ്കിൽ കീറ്റോൺ ഫാറ്റ് മെറ്റബോളിസം നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡയബറ്റിക് കീറ്റോസിഡോസിസ് വരും. അസിഡോസിസ് വരുമ്പോൾ ബ്ലഡ് pH, ബോഡി pH എല്ലാം മാറ്റം വരും. അങ്ങനെ നമുക്ക് അസിഡോസിസ് എന്തെങ്കിലും കണ്ടീഷൻ വരുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഡേഞ്ചർ ആണ്, ഡെത്ത് വരെ സംഭവിക്കും. ഈ ക്വസ്റ്റ്യൻ ഈസിയാണ്, പക്ഷെ കീറ്റോസിഡോസിസിനെ കുറിച്ചാണ് ഞാൻ കൂടുതലായി ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ താങ്ക് യു ഓൾ.